അള്ളാഹുവിനോട് പാപമോചനം തേടണം. എങ്കിൽ റഹീമ, തൗബ സ്വീകരിക്കുന്നവനും കരുണയുള്ളവനുമായി അള്ളാഹുവിനെ നിങ്ങൾക്ക് കണ്ടെത്താം. ഇതാണ് ആയത്തിന്റെ അർത്ഥവും പശ്ചാത്തലവും. ഇത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവല്ല. എന്നാൽ മാളിയേക്കൽ സഖാഫി എന്താ ചെയ്തതെന്നറിയാമോ? ഖുർആനി തന്നെ തിരുമറി നടത്തി, അർത്ഥത്തിലും തിരുമറി നടത്തി. മൂപ്പര് എഴുതി വലോ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ എന്നുള്ളത് മാറ്റിയിട്ട് ഫസ്തഗ്ഫിറുല്ലാഹ എന്നാക്കി. വസ്തഗ്ഫറ ലഹുമുർ റസൂലു എന്നുള്ളിടത്ത് വസ്തഗ്ഫറ ലഹുമുർ റസൂല എന്നാക്കി. എന്നിട്ട് അർത്ഥം എന്തു കൊടുത്തു? സ്വശരീരങ്ങളോട് അക്രമം കാണിച്ചവർ തങ്ങളെ സമീപിച്ച് അള്ളാഹുവോടും റസൂലിനോടും പാപമോചനം തേടിയാൽ എന്ന് വന്നു, അർത്ഥം കൊടുത്തു. പക്ഷേ വസ്തഗ്ഫിറുല്ലാഹ എന്ന് പറഞ്ഞ് വസ്തഗ്ഫറ ലഹുമുർ റസൂല എന്ന് പറഞ്ഞാലും റസൂലിനോട് പാപമോചനം തേടിക്കോന്നൊന്നും അർത്ഥം വരുമൊന്നുമില്ല. അത് വേറെ കാര്യം. പക്ഷെ മൂപ്പര് അർത്ഥം കൊടുത്തത് എങ്ങനെയാണ്? ഏത് വകുപ്പാണ്? അല്ലാഹു അലം. അള്ളാഹുവിനോടും റസൂലിനോടും പാപമോചനം തേടിയാൽ എന്ന് വന്നാൽ എന്തായി? ഖുർആൻ തന്നെ പൊളിഞ്ഞു, തൗഹീദ് തകർന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് കുട്ടിച്ചോറായി. പിന്നെ അവിടെ എന്ത് നടക്കും? ഈ സഖാഫികളുടെ ജൂദായിസം നടപ്പിലാക്കാം. അതിനുവേണ്ടി ചെയ്ത പണിയാണ്. ഇങ്ങനെ ഖുർആനിൽ പോലും കൈകടത്തലുകൾ ഉണ്ടായി. ഇത് സംബന്ധമായി ഇവിടുത്തെ പ്രവർത്തകർ അതാ ആ പുസ്തകത്തിന്റെ ആ പേജ് ഫോട്ടോ കോപ്പി